എന്റെ ദൈവം തമ്പുരാനെ, എന്റെ മോനെ അങ്ങനെ ഗൾഫിന് വിടുക. എന്തോ ചെയ്യാനാ? എടാ മരമാക്രി, ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയല്ലോടാ നിന്നെ ഞാനിപ്പം ഗൾഫിനോട്ട് വിടുന്നത്. നിന്നിപ്പോ ഒരു മുട്ടനാടിനെ പിടിച്ചു വിറ്റ് പിടിമുറ്റാത്ത ഒരു തേക്കും വെട്ടി വിറ്റിട്ടാണ് നിന്നെ ഗൾഫിന് വിടുന്നത്. അവൻ അവിടെ നിന്നോട്ട് മൊബൈലിനകത്ത് കളിച്ചോണ്ടിരിക്കോ. അമ്പിളിയുടെ മോളുമായിട്ടുള്ള ചാറ്റിങ് നിർത്തിക്കോ. വെച്ച് ഫോൺ അച്ചാറെടുത്ത് വെച്ചോ? ഇല്ല, വെച്ചില്ല. വെച്ചില്ലയോ? അച്ചാറെടുത്ത് 2 കുപ്പിക്കകത്ത് അച്ചാറെടുത്ത് വെക്കണമെന്ന് പറഞ്ഞേ. വെക്കാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. ഓച്ചിറെ പോയപ്പം ഈന്തപ്പഴം വാങ്ങിച്ചോണ്ട് വന്നത് ചെറുതും വലുതുമായിട്ടുള്ള പൊതികളിലാ പൊതി ഞാൻ തേക്കുന്നത്. ഇത് വലുത്. ചെറിയ പൊതി എന്തേ? ചെറിയ പൊതി കണ്ടേ. ഈ ചെറിയ പൊതി രാജുവിന്റെ മോന് കൊടുക്കണം. വലിയ പൊതി അവിടുത്തെ അറബിക്ക് കൊടുക്കണം കേട്ടോ. ഈന്തപ്പഴം. പിന്നെ വേറൊരു കാര്യം നിന്നോട് ഞാൻ പറയാം. മിനിയുടെ മോള് വിളിച്ചു പറഞ്ഞത് ഇത് അതിന്റെ അകത്തിട്ട് എന്തേലും പണിതോണ്ടേ നീന്തപ്പഴം. മിനിയുടെ മോള് വിളിച്ചായിരുന്നു, ഞാൻ പറഞ്ഞു കേട്ടോ. മിനിയുടെ മോള് വിളിച്ച് പറഞ്ഞിട്ട് അറബിയുടെ അവിടെ പണിക്ക് ചെന്ന് കഴിഞ്ഞാല് 1 വർഷമൊക്കെ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ അറബി ഗർഭം തരും. എനിക്ക് നീ ഒരുത്തനേ ഉള്ളൂ, കാണാനും കേൾക്കാനും സംസാരിക്കാനും എല്ലാം. എന്റെ പൊന്നു മോൻ അറബിയുടെ അവിടെ വീട്ടിൽ പോകുവോ കഴിക്കുവോ അവിടെ നിന്ന് സംസാരിക്കുകയോ ചെയ്യരുത്. പണിക്ക് പോവാ, നിന്റെ റൂമിൽ വരുവാ കേട്ടോ. അല്ല ദർഹം, അവിടുത്തെ പൈസയാ. ഞാനും കൂടെ പേടിച്ചു. എന്നാ മിനിയെ ഒന്ന് വിളിക്കണമല്ലോ. അമ്മ, ഞാൻ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വരട്ടെ. അമ്പലത്തിൽ പോയതിന്റെ കാര്യം ഞാൻ പെട്ടി. ഞാൻ ഈ അമ്പലിയെ കാണല്ലോ അമ്പലത്തിൽ പോകുന്നത്. അല്ല, പ്രാർത്ഥിക്കണ്ടേ? ഇത്രയും സമയമായി. സാമിയെ വിളിച്ചോ നീ? ഇല്ല, വിളിച്ചില്ല. എപ്പാ വിളിക്കാനാ? ഇന്ന് വൈകിട്ട് വരാമെന്നല്ലേ പറഞ്ഞത്? വിളിച്ചു പറ. സാമിയെ വിളിച്ചിട്ട് പൂജയ്ക്കുള്ള സാധനം എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാന്ന് പറ എന്റെ മോൻ കേട്ടോ. നാളെ തന്നെ പോകണ്ടേ? ഹലോ, ഒരു കാര്യവും പറഞ്ഞു. ഹലോ സാമിയേ. അയ്യപ്പോ. സാമി, ഞാനല്ലേ സുനിമോനാ. ഗൾഫിന് പോകാൻ പൂജയ്ക്ക് പറഞ്ഞില്ലേ അമ്മ? വൈകിട്ട് വരുവോ? അയ്യോ, വൈകിട്ട് വരത്തില്ല മോനെ. അയ്യോ, അതെന്താ സാമി? വൈകിട്ട് ഇവിടെ സെലിബ്രേഷനാ. അയ്യോ, ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്തിനാ? ഞാൻ ഇവിടെ വാറ്റടിച്ച് മടുത്ത്. പൊട്ട അതല്ല, പിന്നെ ചാരായം കൂടി അല്ല. പിന്നെന്തുവാ? ഇവിടെ ആഘോഷമാണ്. ഞാൻ 35 വർഷമായി സാമി ഫീൽഡിൽ. അപ്പൊ അതിന്റെ ആഘോഷം നടക്കുകയാണ്. വൈകിട്ട് വരത്തില്ലയോ? വൈകിട്ട് വരത്തില്ല. വേണം, ഞാൻ ഇന്ന് പകല് ഫ്രീയാ. ഇല്ല, ഒരു സെക്കൻഡേ. അമ്മ, സാമി വൈകിട്ട് വരാൻ പറ്റത്തില്ല, ഇപ്പൊ വരട്ടെ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ആ പൂജ അങ്ങ് തീരത്തില്ലയോ മോനെ? എന്നാ വിളിക്കുക. ആണോ? നീ വിളിക്കേ. സാമിയേ. അയ്യപ്പോ. സാമിയേ, അമ്മ പറഞ്ഞു വരാൻ പറഞ്ഞോ? ഞാൻ ഇറങ്ങട്ടെ. പെട്ടെന്ന് വാ. അമ്പിളിയെ വിളിച്ച് ചാറ്റ് ചെയ്യാതെ ഈ ഉപ്പിയും പാത്രമൊക്കെ എടുത്ത് അതിന്റെ അകത്ത് എടുത്തു. ഇല്ല, ചാറ്റ് ചെയ്യുമ്പോ സാമി വിളിച്ചിട്ടില്ലേ ഫോൺ വെച്ചത്? നിന്നാണ് ഇപ്പൊ ഒരു മുട്ടനാടിനെ പിടിച്ച് പറയില്ലയോ? അറിയാതെ പോയതാ. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ? ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. എന്തുവായി കാര്യങ്ങള്? എല്ലാ പൂജയ്ക്കുള്ള സാധനങ്ങളും വാങ്ങിച്ചു വെച്ചു. മൊത്തം സാധനം വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കും. പാൻറ്റൊക്കെ ഇടിപ്പിച്ച് നോക്കിയോ? 5 പാൻറ് വാങ്ങിച്ചിട്ടുണ്ട്. 5 എണ്ണം ഇട്ട് നോക്കിയോടാ. 3 എണ്ണം ഇട്ട്, ബാക്കി ഇടാറുണ്ട്. അത് എന്താ ഇട്ട് നോക്കാത്തത്? എപ്പോഴും ഇടാൻ 5 എണ്ണം മടക്കി വെച്ചിട്ടുണ്ടോ? പാൻറ് എത്ര ഉണ്ട്? പാൻറ് 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി പാൻറ് എന്തിയെ? ബാക്കി പാൻറ് എന്തിയെ? ബാക്കി പാൻറ് ആകെ പാടെ 5 ബാക്കി പാൻറ് എന്തിയല്ല? ബാഗി പാൻറ്. നിനക്ക് അവിടെ ചെന്ന് പനയെ കയറാൻ ബാഗി പാൻറ് വേണമെന്ന് പറഞ്ഞില്ലേ? അത് വാങ്ങിച്ചോ നീ? ബാക്കി പാൻറ് ഇട്ടാ കയറുന്നത്. അതെടുത്ത് വേണ്ടി ഇതിനകത്ത് ഞാൻ പൊതി വെച്ചിട്ടുണ്ട്. അതുപോലും എന്റെ പൊന്നു സ്വാമി, എന്തോ ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ പറയാതിരിക്കാനല്ലേ? പറഞ്ഞു. ഇവനൊരു ദോഷമുണ്ട്. എന്താ വല്ല ദോഷം? ഗൾഫിൽ പോണം. നിന്ന് നിപ്പി ഒരു മുട്ടനാടിനെ പിടിച്ച് അങ്ങ് വിറ്റു. കറക്കുന്നായിരുന്നോ? എന്താ പറ. എത്ര വർഷമായി ഈ ഫീൽഡില്? 35. അത് മുട്ടനാടിനെ ഇതുവരെ അറിയത്തില്ല. മുട്ടനാടോ? മറ്റേ നിന്ന നിപ്പി ഒരു മുട്ടനാടിനെ പിടിച്ചു വിറ്റു. എന്നിട്ട് പിടിച്ചാ പിടിമുറ്റാത്ത ഒരു തേക്കും അതും പിടിച്ചു വിട്ട് ആ പൈസ എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായല്ലോ മോനെ? എന്തെടുക്ക നിങ്ങളുടെ പറയട്ടെ. എന്റെ വീട്ടിൽ നിന്ന് വൈകിട്ട് ഭയങ്കര ആഘോഷമാണ്. എനിക്ക് 35 വർഷം തികഞ്ഞു സാമി ഫീൽഡിൽ. സാമി ഫീൽഡിൽ 35. അപ്പൊ നമ്മൾ ഒരു 150 സ്വാമിമാർക്ക് നമ്മൾ മധുര ഫലകാരം കൊടുക്കുന്നുണ്ട്. 10 സ്വാമിയുടെ കൈകൊട്ടിക്കളി, 6 സ്വാമിയുടെ ചിങ്കാരിമേള, 3 സ്വാമിയുടെ ചീട്ടുകളി,
ഭയങ്കര ആഘോഷമായിരുന്നു അവിടെ. ഞാൻ ഇത് കണ്ടിട്ട് പോയാ പോരെ? ഒരു കാര്യം ചെയ്യ്, ഞങ്ങളെ വരണ്ടേ? ഞങ്ങളെ ക്ഷണിച്ചില്ല. ഇല്ല, നിങ്ങളെ ക്ഷണിക്കാം. സ്വാമിമാരുടെ കേസല്ലേ, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ ലിസ്റ്റ് പ്രകാരമുള്ള പ്രകാരമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. അമ്പലത്തിൽ പോയാലേ കാലിയാൻ പറ്റി. ഞാൻ അമ്പലത്തിൽ പോയാൽ നിങ്ങൾക്ക് എന്തോ ഇന്ന് പോവല്ലേ, മറ്റന്നാൾ പോവല്ലേ? അവൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കട്ടെ. അവൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനൊന്നും അല്ല പോകുന്നത്. അമ്പിളിയുടെ മോളുമായിട്ട് കാണാനും വേണ്ടിയാ പോകുന്നത്. അമ്പിളിയുടെ മോളാണ് അവിടുത്തെ പ്രതിഷ്ഠ. അമ്പിളിയുടെ മോള് പ്രതിഷ്ഠയല്ല, ഇവനുമായിട്ട് ചെറിയ ഒരു ബന്ധമുണ്ട്. അപ്പൊ അതിനു വേണ്ടി അവളെ കാണാൻ വേണ്ടി പോവുക. വിടത്തില്ല ഞാൻ. എന്നിട്ട് ഇന്നലെ വൈകിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇനി വരാം, എന്നിട്ട് നിന്നെ കൂടെ നമുക്ക് കൊണ്ടുപോകാം. അതെന്തിനാ? ഇവന് പന കേറി മറ്റേത് ഇങ്ങനെ വെട്ടിയിടുമ്പോ അവക്കത് പറക്കി കൂട്ടാമല്ലോ. ശരി, ഒരു കേട്ട് മടുത്തു. അതും പറയണ്ട. അപ്പൊ ഇതെല്ലാം കൂടെ വിട്ടിട്ടാ ഈ 2 വർഷം എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് പറക്കി കൂട്ടത്തില്ലേ? നിങ്ങൾക്ക് അതിന് പറക്കി കൂട്ടാൻ അറിയാവോ? ഇവന്റെ അച്ഛൻ പണ്ട് തേങ്ങക്കയറ്റമായിരുന്നു. അപ്പൊ അങ്ങാര് വെട്ടിയിടുന്ന തേങ്ങ മൊത്തം ഞാൻ പറക്കി കൂട്ടിക്കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ പോകും? പോസ്റ്റ്മോർട്ടം ഉണ്ടോ? അതിന് ഞാൻ ചത്തോ? അയ്യോ, പാസ്പോർട്ട് പാസ്പോർട്ട് ഉണ്ടോന്ന് വെച്ചാൽ. പാസ്പോർട്ട് എത്ര വർഷമായി ഗൾഫിൽ? നേരത്തെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഗൾഫ് പൂജ സ്ഥിരം. പാസ്പോർട്ട് എന്ന് പറയാൻ അറിയത്തില്ലല്ലോ. അതെ, പിടിച്ചങ്ങ് കേറും. 10 തേങ്ങ പറഞ്ഞേ. 10 തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, അരിക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഉണക്ക തേങ്ങ എന്തിനാ? ചമ്മന്തി അടിച്ചു കൊണ്ടുപോണ്ടേ ഇവന്? അപ്പൊ അത് പൂജക്കൊന്നും അല്ലയോ? പൂജക്കല്ല, ഇവന് ചമ്മന്തിപ്പൊടി വേണ്ടേ? കരിക്കോ? കരിക്കിന്റെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യത്തെ കരിക്ക് എന്ത് ചെയ്യാ? നിങ്ങളടുത്ത് ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ കയറുമ്പോൾ അതിന്റെ പടിക്കൽ ഒരെണ്ണം അടിക്കണം. അടുത്ത കരിക്ക് ഇതേ ഫ്ലൈറ്റെല്ലാം കൊണ്ട് കയറുമ്പോൾ ഒരുത്തൻ വെൽക്കം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. അവന്റെ കാലെ കൊള്ളാതെ ഒരെണ്ണം കീച്ചണം. പിന്നെ ഒരു ചെറുനാരങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു? ചെറുനാരങ്ങ. അതായത് ഫ്ലൈറ്റ് വിടുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവൻ ആ ഫ്ലൈറ്റിന്റെ വീലിന്റെ അവിടെ ചെല്ലണം. ആ ഫ്രണ്ട് വീലിന്റെ ചുവട്ടി വെക്കണം. അത് കയറി ഇറങ്ങിയാൽ ദോഷം തീർന്നു. പിന്നെ അവിടെ കൊണ്ടുപോകാൻ മറ്റു സാധനങ്ങൾ, അച്ചാറ്. നീ എനിക്ക് ഒരു സംശയം, നീ ഗൾഫിൽ പോകുന്ന ദോഷം കൊണ്ടാണെന്ന് അറിയത്തില്ല. എന്താ രാത്രി ഞാൻ കിടന്ന് ഉറങ്ങാൻ നേരത്തെ ഒരു പാമ്പ് എന്റെ കട്ടിലിന്റെ കീഴിൽ നിന്ന് ഇറങ്ങി മുറ്റത്തു കൂടെ അപ്പുറത്തെ കാല് പിടിച്ചിറങ്ങുന്ന അയ്യല്ലയോ? ഉണ്ട്. കണ്ടില്ലേ അമ്മ? അയ്യത്ത് കയറി അങ്ങ് പോയി. പാമ്പോ? എന്തായാലും ദോഷം വല്ലതും ഉണ്ടോ? ദോഷം ഉണ്ടോന്നോ? പാമ്പ് നിങ്ങളെ കടിച്ചോ? ഇല്ലില്ല, അത് ഇറങ്ങിപ്പോയി. ഉണ്ട്, ദോഷമുണ്ട്. 100 പാലും കൊടുക്കണം. പാമ്പിനാന്നോ? 100 രൂപ എനിക്കും ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചത്. ഇത് 2 കൊണ്ടുവരണം കേട്ടോ. ഫ്രിഡ്ജിൽ പാലുണ്ടോ? പോയി നോക്ക്. നോക്കിട്ട് സ്വാമി, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തലയ്ക്ക് വെളിവില്ലെന്ന് തോന്നുന്നു. തലയ്ക്ക് വിടുവില്ലേ? എന്തെങ്കിലും ദോഷം എനിക്ക് ഇനി ഇവനെ വിടുന്നതിന്റെ പേരിൽ എനിക്കൊന്നും ദോഷമൊന്നും ഇല്ല. സകല ദോഷം ഇന്ന് തീർക്കുമല്ലയോ? അമ്മ, പൃഥ്വിരാജില്ലെന്ന് ഫ്രിഡ്ജിൽ പാലില്ല. പാലില്ലയോ? അത് ആരെടുത്ത് കുടിച്ചു? എന്തോ ചെയ്യണം? മുറ്റത്ത് തുളസി നിപ്പുണ്ടോ? മുറ്റത്ത് നിപ്പുണ്ട്. എന്തുവാ? ഇവിടെ എന്തോ ഒരു സംഭവം നടന്നാലും കീച്ച പോച്ച പറഞ്ഞാലും അവനവൻ മുറ്റത്ത് വന്ന് ഭാഗത്ത് നിൽക്കുക. കള്ളയാളല്ല ചോദിച്ചത്. തുളസിയില നിപ്പുണ്ടോ? തുളസിയില ഉണ്ടോ? തുളസിയില പോയി പറിച്ചോണ്ട് പോടാ. പോയി തുളസിയില കണ്ടോ? ഒരു വാക്കാം അനുസരിക്കുന്നില്ല. ഞാൻ ഇനി അടുത്ത് നിന്ന് സംസാരിക്കുന്ന വല്ലതും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നം തോന്നി. ഞാൻ സ്വാമി അധികം കണ്ടിട്ടില്ല, അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ സ്വാമി, ദോശ കിട്ടില്ല, കറിവേപ്പില കിട്ടി. കറിവേപ്പിലയാണോ? തുളസിയില ഇല്ലയോ? ഇല്ല. അപ്പൊ വൈകിട്ട് ചിക്കൻ പൂജക്കങ്ങട. അവിടെ മൊത്തം മുട്ട പൊടിച്ചിട്ടേക്കോ ഈ അമ്മ. അതെന്തിനാ മോനെ? സ്വാമി, ഇവിടെ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അവിടുന്ന് എന്താ സാധനം മേടിച്ചാലും സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് കിട്ടും. അമ്മ 20 മുട്ട മേടിച്ചോണ്ട് വന്നിട്ട് മുട്ടയ്ക്കകത്ത് ആ കാർഡ് ഉണ്ടോന്ന് ഉണ്ടോ നോക്കാൻ വേണ്ടി മൊത്തം പൊട്ടിച്ചു നോക്കി. അതെന്നാർന്നേ? അവിടെ മൊത്തം പൊട്ടിച്ചിട്ട് ഇവർക്ക് യാതൊരു ഇതുമില്ല. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 5 പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞിനില്ലയോ? കരയല്ലേ. അപ്പൊ പൂജക്കുള്ള സാധനങ്ങളല്ലേ? പൂജക്കുള്ള സാധനം നോക്കിക്കാതെ പൂജക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു കൊടുക്കും. സ്വാമി മോനെ, പിന്നെ STK എത്ര എണ്ണം വേണമെന്ന് 1 ലോഡ് ഇറക്കിയിട്ടുണ്ട് മുറ്റത്ത്. 4 മതി. 4 മതി. പറഞ്ഞില്ലേ ഞാൻ ബ്ലേഡിനകത്ത് പൈസ മൊത്തം നീ കൊണ്ടുപോയി. എത്രയാണെന്ന് പറഞ്ഞില്ലല്ലോ. ലോഡ് ST അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടേക്ക്. അന്നില്ലേ മോനെ, പൂജയ്ക്കുമ്പോ ഒരു കാര്യം ചെയ്യാനുണ്ട്. എന്തോ? അവിടെ ഒരു ചെക്കിങ് വരും അവിടെ. അപ്പൊ അതിനകത്ത് നമ്മുടെ വാച്ച്, ബെൽറ്റ് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. അപ്പൊ അത് ഒന്ന് സെറ്റ് ചെയ്ത് തരാം. ഇതെല്ലാം ഉരിക്കും. വാച്ച്, ബെൽറ്റ് ഇതെല്ലാം ഉരിക്കും. വാച്ചെല്ലാം ഉരി വെക്കണം. ഞാൻ പറയാം. എന്റെ മോൻ പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകരുത്. എയർപോർട്ടിൽ ചെക്കിങ് വരത്തില്ല, ജോലിക്ക് തടസ്സം വരത്തില്ല. പിന്നെന്താ പ്രശ്നം? ഒരു എന്റെ പൊന്നെ, ഈ മുട്ടനാടിനെ നിങ്ങൾ വീട് തള്ളേ. മോനെ വാടാ. എല്ലാം ഉരിയോ? വാച്ചും എല്ലാം ഉരിയോ? എല്ലാം ഉരിയോ? ബെൽറ്റ് എന്ത് ചെയ്യേ? ബെൽറ്റ് ഉരിയുടെ അവിടെ ഒരു മുറത്തിരിയുടെ അവിടെ പോയി നിൽക്ക്.
ഞാൻ പറയുമ്പോ വരണം. ഞാൻ സംസാരിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ ഗൾഫിന്റെ പൂജ കൂടുതലുള്ളത്, അതുകൊണ്ട് ഇതെല്ലാം ഒരു പറഞ്ഞ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങ് വാങ്ങിച്ചു. ഇങ്ങനെ വെക്കും, കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല, 1 രൂപ വല്ല ഇവിടെ കിടന്നാൽ തൂട്ടൂന്നാലേക്കും. ഇതേ പാനെ പിടിച്ചോ, പൊക്കോ. എല്ലാം ഓക്കെ ആയല്ലോ. സ്വാമി ആ എന്നെ കൂടെ ഒന്ന് നോക്കണം. വാ. അതെന്തുവാ? വാടയുടെ വള്ളി. എല്ലാം ഏതായാലും ഇവിടെ വരെ കൊണ്ടുവന്നല്ലയോ. കൈ ഇങ്ങനെ വെക്കും. ഇവിടെ വരെ കൊണ്ടുവന്ന സ്ഥിതിക്ക് മിഷൻ നമ്മുടെ സ്വന്തമാ. പൊക്കോ പൊക്കോ ഞാൻ പിടിച്ചോളാം. എടാ ബെൽറ്റ് എടുത്തിട്ടോടാ. ഓലൊരു ബെൽറ്റ് എടുത്തിട്ടോ മരമൊണ്ണ. മോനെ. പൂജ പൂജ. പൂവില്ലയോ? പൂവുണ്ട് സ്വാമി. ഉണ്ടല്ലോ. പൂവുണ്ട്, പൂവും എല്ലാ സാധനങ്ങളും ഉണ്ട്. ദാണ്ട് ആ ഏതൊക്കെ സൈസാ പോവാ? അനെ കയറാൻ കയറി കൊലയോട് വെട്ടി അടിക്കാനുള്ളതാ. കത്തി ഇത് കാലിൽ ഇട്ടോണ്ട് കേറാന്. അതിങ്ങടെ ഇവിടെ ഒന്നും കിട്ടിയില്ല. എത്ര രൂപയാണെന്നറിയാമോ ഇതിന്റെ വില? അതെവിടുന്ന് എവിടുന്ന് വരുത്തിയത്? നീപ്പി ഒരു മുട്ടനാട്. മതി ഒരു മുട്ടനാട്. പൂ ഇങ്ങോട്ട് വെക്കൂ. പൂ ഇങ്ങോട്ട് വെച്ചു. വെച്ച് വിളക്കാണോ? ഇങ്ങോട്ട് പൂവാ. പൂവെടുത്ത് ഏത് പൂവാ ഇത്? എല്ലാ പൂ ഉണ്ടല്ലോ. അത് തെറ്റിപ്പോ. ഞാനൊന്ന് ചോദിക്കട്ടെ മോനെ, നീ എങ്ങനെ തെറ്റിപ്പോവല്ലേ? ഇല്ല, അമ്മ വീട്ടിൽ അങ്ങ് പോകത്തില്ല. അതല്ലെന്ന്, പൂവ് തെറ്റിപ്പോവാ സ്വാമി. തെറ്റിപ്പോവാണ്. ശരി. വെള്ളവും ഗ്ലാസും എന്തിനാ പറഞ്ഞത്? വെള്ളം ഗ്ലാസ് കൂടെ വെക്ക്. ഓരോ ആവശ്യങ്ങളല്ലയോ. കർപ്പൂരം എന്ത് ചെയ്യേ? കർപ്പൂരം എടുത്ത് കൊടുക്കണം. അയ്യോ, കർപ്പൂരം നമ്മുടെ മറ്റേ പാമ്പേഴ്സ് എല്ലാം കൊണ്ടുപോകാ. പോകാനുള്ള പാമ്പേഴ്സ് അല്ല. പാമ്പേഴ്സ് പറഞ്ഞായിരുന്നു. പാമ്പേഴ്സ് അല്ല, പേപ്പേഴ്സ്. അതല്ലേ പേഴ്സ്. അത് മൊത്തം എടുത്തു കൊണ്ടുപോകണ്ട. നിങ്ങൾ എന്തോ എടുക്കുക ഇത്? ഇവിടെ വെച്ച് രണ്ടുപേരും കണ്ണടച്ചു തന്നു. ഞാൻ ചോദിക്കട്ടെ, അടക്ക് പറ. അന്യായിക്ക് ഞങ്ങൾ പൈസ കൊടുത്തിട്ടാ നിങ്ങളെ വിളിച്ചത് പൂജയ്ക്ക്. ആവശ്യമില്ലാത്ത പരിപാടി ചെയ്യരുത്. വഴക്ക് പറയല്ല, വടക്ക് പറയാൻ. അവിടാണോ? ശരി. പൂജ അടങ്ങാണ്. ശ്രദ്ധിച്ച കണ്ണ് രണ്ടുപേരും കണ്ണു അടച്ചിരുന്നോണേ. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹ്മാനല്ല, സുനിമോൻ. വട മുടിഞ്ഞോനെ മിണ്ടായി. റഹ്മാനേ പെരിയോനേ റഹ്മാനേ റഹ്മാനേ അങ്ങാകേലെ പെണ്ണിൻ പുതുമണം വഴി അറിയുന്നോ? പുതുമണം വീശുന്നു. അങ്ങ് ദൂരെ പോണോ? പോണം. അത് ഞങ്ങളെ പൂജ ചെയ്യുന്നത് മോനെ. പിന്നെ അവിടെ ചെല്ലുമ്പോ ചെന്നിറങ്ങ. ആരത്? നാൾക്ക് ഇതുപോലെയായിരുന്നു. ആരാ? അമ്മയുടെ അപ്പനാ. നാൾക്ക് ഇതുപോലെയായിരുന്നു. ബാധ കയറി അമ്മയുടെ അപ്പനാ. ശരിയാണ്, അപ്പനാ. അമ്മയുടെ അപ്പനെ വിളിച്ചില്ല. അതല്ല, ബാധ അമ്മയുടെ അപ്പനാ കയറിയത്. അടങ്ങി നിൽക്കവിടെ. പിന്നെ മോനെ കർപ്പൂരം എന്തിയാ മോനെ? എല്ലാം എടുക്ക. കർപ്പൂരം ഇങ്ങോട്ട്. അമ്മ ഉടനെ കൊണ്ടുവന്നുണ്ടോ അങ്ങോട്ട്? ഇല്ല, അമ്മ വേണ്ട. അമ്പിളിയുടെ മോളെ കൊണ്ടു. അല്ലെ അമ്മയെ കൊണ്ടുപോവാം. ഇപ്പൊ ഒരു മുട്ടനാടിനെ അത് വിട. അത് മുട്ടനാട് കേസ് വിട. മോനെ കത്തിക്കട. ഓ കെട്ടി കത്തിക്കര്. യോനേ റഹ്മാനേ റഹ്മാനേ പെരിയോനേ റഹ്മാൻ. കർപ്പൂരം അതേ കത്തിച്ചാൽ ഇത് മൊത്തത്തിൽ കത്തിയേരിയും വീട് മൊത്തം കത്തും. എന്നോട് ഞാൻ പറഞ്ഞു ഇതേ ഇരിക്കുന്ന കർപ്പൂരം മാത്രം കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ എന്തോ കഴിച്ചിട്ട് വന്നു രാവിലെ ഞാൻ ഒരു ഗ്ലാസ് പനിനീരും 2 കളപ്പക്കട്ടയും കഴിച്ചു. ഗ്ലാസ് പനിനീരും കളപ്പക്കട്ടയും പനിനീരും. പ്രാർത്ഥിക്കണ്ട. പോക്ക് കഴിഞ്ഞു. പോക്ക് തീർന്നു. അതെന്തുവാ? പാസ്പോർട്ടായി കത്തിക്കുന്നത്. പാസ്പോർട്ടായി കത്തിച്ചത്. നീ ഇപ്പൊ എന്താ ചെയ്യുന്നോ? ഒരു മുട്ടനാടിനെ പിടിച്ചാ ഞാൻ മൊത്തം പറയും. പോക്ക് നിന്നു. പോക്ക് നിന്ന ചെയ്യും. എന്താ ചോദിച്ചപ്പോ ഞാൻ എന്തോ ചെയ്യാനാ? സ്വാമി എന്തോ ചെയ്യാനാ?